യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനം. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് മത്തായി സുവിശേഷം 22-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പൊതുവിൽ വായിച്ച് സഹായിച്ചാലും. മത്തായി സുവിശേഷം 22-ാം അധ്യായം 8-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ. മതി. വായിച്ച് കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഈ വാക്യത്തെ ആധാരമാക്കി ആതിഥേയന്റെ അതിഥികൾ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആതിഥേയൻ എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം അതിഥിയെ സ്വീകരിക്കുന്നവൻ ആരോ ആ ആളാണ് ആതിഥേയൻ. ആ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന അതിഥികൾ, അവർക്ക് ക്ഷണം നൽകിയ ദാസന്മാർ, ക്ഷണിക്കാതെ വന്ന വ്യക്തി, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ ഭാഗം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളിലെ ഉപമകളിൽ പ്രധാനപ്പെട്ട അർത്ഥസമ്പുഷ്ടമായ പ്രയോഗങ്ങളാണ് ഇവിടെ വായിച്ചതും നാം കേട്ടതും. ആരാണ് ആതിഥേയൻ എന്ന് ഗ്രഹിക്കാൻ 22-ാം അധ്യായം 1-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാലും. സ്വർഗരാജ്യം കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. സ്വർഗരാജ്യം എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അധിപൻ ആയ ദൈവം എന്ന അർത്ഥവും കൂടെ അതിനകത്ത് ഉള്ളിലുണ്ട്. അത് എന്തെന്ന് ഗ്രഹിക്കാൻ പുറകാലെ നാം ധ്യാനിക്കുമ്പോൾ വ്യക്തമാകും. അപ്പോൾ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം എന്ന് പറഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1-ാമത് ക്ഷണിക്കപ്പെട്ടവരുണ്ട്, അവർ വരാൻ കൂട്ടാക്കുന്നില്ല. 8-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ 8-ാം വാക്യം വായിച്ചാലും നിർത്തി. പിന്നെ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. അടുത്ത വാക്ക്, ക്ഷണിക്കപ്പെട്ടവർ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കീഴിൽ, ഒന്നും കൂടെ പറയാം, പഴയ നിയമത്തിന്റെ കീഴിൽ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന യഹൂദ വംശമാണ്, ഇസ്രായേലാണ്. ഇനി അടുത്ത വാക്ക്, രണ്ട്, അതിഥികൾ ആരാണ്? ആമേൻ. 1, വഴിത്തലക്കൽ ചെല്ലണം. അവിടെ നിൽക്കുന്നവര്, അവിടെ ചുമ്മാ നിൽക്കുന്നവര്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ലക്ഷ്യമൊന്നുമില്ലാതെ വഴിത്തലക്കലായിരുന്നു. സ്തോത്രം. ഒരു ലക്ഷ്യം ജീവിതത്തിന് വന്നത് എപ്പോഴാ? യേശു ഉള്ളിൽ വന്നതാണ്.
പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ എനിക്കൊരു ലക്ഷ്യബോധമുണ്ടായി എന്ന് ഉറപ്പുള്ളവരൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. പുതിയ നിയമം പഠിപ്പിക്കുന്ന നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ഒന്ന് ശാന്തമായി ഒന്ന് ധ്യാനിച്ചപ്പോൾ ഒരു 19 എണ്ണം കിടപ്പുണ്ട്. ഒരു 22 എണ്ണം എൻ്റെ ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ശ്രദ്ധയിലേക്ക് 1-2 വാക്യങ്ങളിലൂടെ വരികയുണ്ടായി. ഒന്ന്, ആരാണ് വഴിത്തലയ്ക്ക്? ഒന്ന്, വഴിത്തലയ്ക്കുള്ളവരാണ്. അവരാരാണ്? വായിച്ചേ. വായിച്ചോ. അടുത്തത് കണ്ട ദുഷ്ടന്മാർ. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു? ദുഷ്ടന്മാരായിരുന്നു. 2, അതിനകത്ത് നല്ലവരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴിയിൽ നിന്നവരായിരുന്നു. ഇനി പൗലോസിന്റെ ഭാഷയും കൂടെ ഞാനൊന്ന് കയറ്റുകയാണ്. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 27-28 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഭോഷരായിരുന്നു, ബലഹീനരായിരുന്നു. ആമേൻ. 7, നാം ഏതുമില്ലാത്തവരായിരുന്നു. 8, നാം കുലഹീനരായിരുന്നു. സ്തോത്രം. 9, എഫേസോസിലുള്ള സഭയ്ക്ക് ശ്ലീഹ പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതുള്ളവരായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങളിൽ നിന്ന് അന്യരായിരുന്നു. സ്തോത്രം. ആമേൻ. നാം അന്യരായിരുന്നു, നാം പ്രത്യാശയില്ലാത്തവരായിരുന്നു, നാം ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2:9 അടിസ്ഥാനത്തിൽ നാം അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. ഇനി ഒത്തിരിയുണ്ട്. നാം പാതാളത്തിന്റെ ആടായിരുന്നു, നാം ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നവരായിരുന്നു, നാം ജാതികളായിരുന്നു. എഫെസോസിൽ ഉള്ള സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ജീവക്ഷവങ്ങളായിരുന്നു. നാം പാപികളായിരുന്നു, നാം കുടഞ്ഞ ചേറ്റിൽ കിടന്നവരായിരുന്നു. ആമേൻ. സ്വത്രം. ഒരു കണ്ണിനും ആമേൻ നമ്മോട് ദയ തോന്നിയിരുന്നില്ല. ഇങ്ങനെ കിടന്നവരായ ആമേൻ വെളിയിൽ, വഴിത്തലയ്ക്കൽ വെളിയിൽ നിന്നവരായ നമ്മോട് ഹല്ലേലൂയ കരുണാസമ്പന്നനായ ദൈവം വിളിക്കാൻ ഒരു അവൻ സ്തോത്രം അവൻ സ്നേഹം അങ്ങോട്ട് വെളിപ്പെടുത്തി. ഇങ്ങനെ കിടന്നവ എന്നെ അങ്ങ് വിളിച്ചല്ലോ. എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ട്? ആമേൻ. ഇന്ന് നാം പാടിയ പാട്ടിന്റെ ഈരടി ഒന്ന് ചേർന്ന് പാടാവോ? ആമേൻ. യേശു വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നേ? ഒന്ന് ചേർന്ന് പാടാമോ? യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു. ഇവിടെ ഉള്ളവരൊന്ന് ചേർന്ന് പാടിയേ. യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു. ഈ 22 വിധം ഇതിലും ഉപരിയുണ്ട്. അവൻ ഒരു ഗുണമില്ലാതെ കിടന്ന നമ്മെ അവിടുന്ന് എന്ത് ചെയ്തു? വിളിക്കാൻ പ്രസാദം തോന്നി. ഇനി ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. സ്തോത്രം. പ്രധാന ഭാഗം. ആമേൻ. ഇവരെ വിളിച്ചിട്ട് ഇവർക്ക് ആമേൻ വസ്ത്രം കൊടുത്തു. തെളിവ് അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുത്തു? വസ്ത്രം കൊടുത്തു. ആർക്ക്? ഈ ഒരു യോഗ്യതയില്ലാതെ, ഇനി ആവർത്തിക്കണ്ട, ഇത്രയും ആമൻ താഴെക്കിടയിൽ ഇത്രയും അവഗണിക്കപ്പെട്ടവരായി ഒരർഹതയും ഇല്ലാതെ കിടന്നവർക്ക് വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ. ആ വസ്ത്രത്തിന്റെ പേര് യെശയ്യാ ദീർഘദർശി എഴുതിയിട്ടുണ്ട്.
യെശയ്യാ പ്രവചനം 61:10 രക്ഷാവസ്ത്രം എന്നാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? നമുക്ക് കിട്ടിയ വസ്ത്രം ഏതാണ്? രക്ഷാവസ്ത്രം. ആ വസ്ത്രം നമുക്ക് 1 രൂപ മുടക്കില്ലാതാണ് കിട്ടിയത്. ആ വസ്ത്രം നമുക്ക് കിട്ടേണ്ടതിന് വേണ്ടി ആണ് യേശു ക്രൂശിൽ കിടന്നത്. കാൽവരി ക്രൂശിൽ കിടന്ന് അവൻ ജീവൻ മുടക്കി നെയ്തെടുത്ത അങ്കിയാണ് അവൻ എനിക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ. പ്രിയരെ, അതിൽ സന്തോഷിക്കണം. നോക്കൂ, ഈ വചനത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് ഇത് ശ്രദ്ധയോടെ ഇരുന്നാൽ ഇതിനകത്ത് ഈ വചനം വലിയ ഗുണമായി നമ്മിൽ തീരാൻ പോകുകയാണ്. കാംക്ഷയോടെ നമുക്കായിരിക്കാം. അപ്പോൾ 1, വസ്ത്രം കിട്ടി. 2, യവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എങ്ങനെയാണ് ഇതിനകത്ത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ വരാനൊരു വഴി നിശ്ചയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കണേ, ആതിഥേയന്റെ അതിഥികൾ എങ്ങനെ വരണം? ആരാണ് ആതിഥേയന്റെ അതിഥികൾ? രക്ഷാവസ്ത്രധാരികൾ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. അങ്ങനെയെങ്കിൽ ആതിഥേയന്റെ അതിഥികൾ ആരാണ്? കരങ്ങൾ ഉയർത്തി പറ, പുറമറ്റം സഭ പറ, അവൻ ഞങ്ങളാണ്. നമ്മളാണ് ആര്? ആതിഥേയന്റെ അതിഥികൾ. ഈ ഉടുപ്പ് നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നും കിട്ടിയതല്ല, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ട് കിട്ടിയതല്ല, നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, നമ്മുടെ കുലമഹിമ കൊണ്ട് കിട്ടിയതല്ല. പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു ഗ്രൗണ്ട് ഒന്നും ഉള്ളത് കൊണ്ട് കിട്ടിയതല്ല. അവൻ ഇത് കൃപയാൽ കിട്ടിയതാണ്. അവൻ കൃപയാൽ കിട്ടിയതാണ്. അതിനകത്ത് അഭിമാനമുള്ള ദൈവമക്കൾ, അതിനകത്ത് സന്തോഷിക്കുന്നവരുടെ അകത്ത് രക്ഷയുടെ ആനന്ദം തുടിക്കട്ടെ. അവന് രക്ഷയുടെ ആനന്ദത്താൽ അവൻ തുള്ളിച്ചാടി ആരാധിക്കാൻ പറ്റും. അപ്പോൾ പുറത്തെ വഴിത്തലക്കൽ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ വിളിച്ച വിളിക്ക് പുതിയ നിയമം പറയുന്നത് പരമവിളി, സ്വർഗീയ വിളി, അവൻ ആശയോടുള്ള വിളി. ആ വിളിയെക്കുറിച്ച് തന്നെ കൊണ്ട് നീണ്ടു കിടപ്പുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ഒരു കോളിംഗ് ആണ്, ഒരു സ്പെഷ്യൽ കോളിംഗ് ആണ് ഒരു യോഗ്യതയില്ലാത്ത നമുക്ക് കിട്ടിയത്. അവൻ ഇന്ന് വിശുദ്ധ കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ? അവൻ എൻ്റെ മേലുള്ള വിളി, എന്നെ കർത്താവ് വിളിച്ച വിളി ഒരു പ്രത്യേക വിളിയാണ്, വിശേഷതയുള്ള വിളിയാണ്, ഒരു സ്പെഷ്യൽ കോളിംഗ് ആണ്. അവൻ വിശേഷതയുള്ള വിളിയാണ്. പരമൻ നമ്മെ വിളിച്ച പരമവിളി. കർത്താവ് നമ്മെ വിളിച്ചു. ഇന്ന് നാം പാടിയ പാട്ട് നീരടി പോലെ എന്തിന് സ്നേഹമോടെ വിളിക്കുന്നു. വാ, നിന്റെ കണ്ണിലെ കണ്ണുനീര് ഞാൻ തുടങ്ങാം. അവൻ നിന്റെ ദുഃഖമെല്ലാം ഞാൻ മാറ്റാം. ആമേൻ, സ്തോത്രം. നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്ന് നിനക്ക് തോന്നുന്നു.
നീ ഒറ്റപ്പെടലുകൾ ധാരാളം അനുഭവിക്കുന്നുവോ, നിന്നെ കേൾക്കാൻ ആരുമില്ല. അവൻ സ്തോത്രം, അവൻ സ്നേഹത്തിന്റെ ഒരു നല്ല വാക്ക് പറയാൻ പോലും നിന്റെ ചാരയാരുമില്ലെന്ന് ഉള്ള ഏകാന്തത നിന്നെ വേട്ടയാടുന്നുണ്ടോ? നീ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന പോലെ നിന്റെ ജീവിതം നയിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നോ? നിന്റെ അകതളത്തിൽ അങ്ങനെ ഒരു സ്വകാര്യ ദുഃഖം ഇന്ന് കിടക്കുന്നെങ്കിൽ ഈ ആരാധനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് അവൻ ആഹ്വാനം നൽകുന്നു. അവൻ ഈ വചനം, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. മുറിവേറ്റവരെ യേശു നിന്നെ വിളിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ യേശു വിളിക്കുന്നു. തടയപ്പെട്ടവരെ യേശു വിളിക്കുന്നു. ഒറ്റപ്പെട്ടവരെ യേശു വിളിക്കുന്നു. മുറിവേറ്റവരെ യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു, വിളിക്കുന്നു. ആ വിളിയുടെ ശബ്ദം ചെവിക്കകത്ത് മുഴങ്ങട്ടെ. ആ വിളിയുടെ ശബ്ദം ഹൃദയത്തിന്റെ മുഴങ്ങട്ടെ. അകത്തെ മനുഷ്യന്റെ കർണപടങ്ങളിൽ മുഴങ്ങട്ടെ. യേശു വിളിച്ചു. നോക്കണേ, അവരെ വിളിച്ചപ്പം അവരെല്ലാം കൂടെ വരിക. സ്തോത്രം. ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് ഒരങ്കി കിട്ടി. ഇവരെല്ലാം വഴിത്തലക്കിൽ തമ്മിൽ യോജിക്കുന്നവരല്ലായിരുന്നു, അല്ലേ? ഈ കണ്ണി കണ്ടവരെയൊക്കെ വിളിക്കാനാ പറഞ്ഞത്, അല്ലേ? കണ്ണില് അങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങളുടെ കണ്ണിൽ കാണുന്നവർ എന്ത് ചെയ്യണം? വിളിക്കണം. അപ്പം ഇവരൊക്കെ വ്യത്യസ്തമായ ഭാഷയ്ക്ക് കീഴിൽ, വ്യത്യസ്തമായ വംശത്തിന് കീഴിൽ, വ്യത്യസ്തമായ അവസ്ഥയിൽ. അതാണ് വെളിപ്പാട് പുസ്തകം 5, 9, 10. സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ തന്റെ രക്തത്തിനായി വിലക്കി വാങ്ങി നമ്മുടെ പിതാവാകുന്ന ദൈവത്തിനവരെ രാജാക്കന്മാരും രാജകീയ പുരോഹിത വംശമാക്കി തീർത്തു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേട്ട. ഏതെല്ലാം സ്വഭാവ വ്യത്യാസമുള്ളവരാ, അല്ലേ നമ്മൾ? ഏതൊക്കെ ടൈപ്പ് പാസ്റ്റർമാര്, ഏതൊക്കെ ടൈപ്പ് പാസ്റ്റർ. നിങ്ങൾ തന്നെ ഏതൊക്കെ സൈസ് പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്? സ്തോത്രം. ഇത്രയും കാലം കൊണ്ട് ഇനി ഈ സഭയിൽ ശിശു പിടിച്ച പാസ്റ്റർ ഒരു പാസ്റ്ററെ പോലാണോ മറ്റൊരു പാസ്റ്റർ? ഒക്കെ വ്യത്യാസമാണ്. ഈ ഉദ്ദേശി പോയി വേറൊരു ഉദ്ദേശി വരുമ്പോൾ അതും വ്യത്യാസം. ഈ എല്ലാ പല ടൈപ്പാ. ഇനി നോക്കണേ, ജനത്തെ നോക്കണം. സഭകൾക്ക്, ഈ സഭയെല്ലാം ഒരുപോലല്ല കേട്ടോ, മാറി മാറി ശുശ്രൂഷിക്കണം. ഓരോ സഭയ്ക്ക് ഓരോ സ്വഭാവമുണ്ട്. മന്ദോഷ്ണ സഭ, പിന്നെ സഹോദര സ്നേഹം ഇല്ലാത്ത സഭ, പിന്നെ ഉള്ള സഭ. സപ്തസഭകളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 2, 3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എല്ലാ സ്വഭാവം ഉള്ളത്. ഇനി യാക്കോബിൻ്റെ പിള്ളേരെ തന്നെ നോക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? 49 പല സൈസാ, കണ്ടിട്ടില്ലേ? അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം വാക്യം വായിച്ചേ. അതിൻ്റെ അവനേതാ? വെള്ളം പോലെ തുളുമ്പുന്നവൻ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആമേൻ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. കുങ്ഫു. അവന് ഡൈവിങ് അറിയാവുന്നവനാണ്. ആര്? ഇനി അടുത്തത് 7-ാം വാക്യം വായിച്ചു. യഹൂദേ. അടുത്തത് ഇനി 9-ാം വാക്യം വായിച്ചു. യഹൂദ ഒരു ബാലസിംഹം. നോക്കണം, യാക്കോബിൻ്റെ ചെറുക്കൻ ഒരെണ്ണം സിംഹമാണെന്ന്. ഇനി താഴോട്ട് വായിച്ചോ. 13-ാം വാക്യം വായിച്ചേ. 13-ാം വാക്യം. അവന് ഏത് നേരം ബീച്ചിലാ. സ്തോത്രം. അവൻ കോവളം ടു ആലപ്പി, ആലപ്പി ടു കൊച്ചി, കൊച്ചി ടു ഗോവ.
അവൻ പിന്നെ ഇങ്ങനെ ബീച്ച് വഴി എന്ത് ചെയ്യാണ്, പോവുകയാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതാണോ, ഞാൻ ഉണ്ടാക്കിയതാണോ, എഴുതിയേക്കുക. ഇനി അടുത്തത് എന്തോന്ന്, ഭയങ്കര അസ്ഥിബലമുള്ള കഴുത. അവൻ ഏത് നേരവും ഇങ്ങനെ അസ്ഥിബലമുള്ള കഴുതയാണ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ വഴിയിലെ പുള്ളി ഏത് നേരം പാമ്പായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങൾ കണ്ടില്ലേ വഴിയിലെ പാമ്പ്? ഇവിടെ ആരുമില്ലേ? ഒരു രാത്രി 8 മണി 9 മണിയൊക്കെ ആയ പുറമറ്റത്ത് പോയ വഴിയിലെ പാമ്പിനെ കാണാം. നമ്മൾ കണ്ടിട്ടില്ലേ, വണ്ടിയൊക്കെ ഓടിച്ചു വരുമ്പോ പാമ്പ് പോകുന്നു, വഴിയിലെ പാമ്പ്. നെക്സ്റ്റ് അവനാണെങ്കിൽ അവന് കവർച്ചപ്പടയാണ്, അവനെ അടിച്ചു മാറ്റാൻ പ്രത്യേക കഴിവുള്ളവനാ. ഇനി 20-ാം വാക്യം, ആശേർ അവനാണെങ്കിൽ ഏത് നേരം പുട്ടിന്റെ മുമ്പിലാ. സ്തോത്രം. അവന് ഹോട്ടൽ മാവിട്ടാൽ പിന്നെ കയറുന്നത് ശ്രീ ചക്രയിൽ കയറും. പിന്നെ ഏതൊക്കെയുണ്ട് എനിക്കറിയത്തില്ല. അങ്ങനെ അവനെ ഏത് നേരവും റെസ്റ്റോറൻറ്റിൽ നോക്കിയാൽ എന്ത് ചെയ്യും? അവൻ ചാപ്പാടിൻ്റെ ആളാണ്. നെക്സ്റ്റ് അവനാണ് ഈ മക്കളിൽ ആദ്യം എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ആള്. ഇനി അടുത്ത ആള് ആശേരോ, അടുത്ത നപ്താലി, സ്വതന്ത്രനായിട്ട്. അവനാണെങ്കിൽ അവൻ ഒരു സംഘടനയോടും ഒന്നിനോടും ചേരത്തില്ല. അവൻ എന്താണ്? സ്വതന്ത്രനാ. സ്വതന്ത്രം. അവന് സ്വതന്ത്രമായി നടക്കുന്ന, കാരണം അവൻ ഈ ഒറ്റയാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ, അങ്ങനെ പോവാ. ഇനി അടുത്തത് ഇനി 27-ാം വാക്യം വായിച്ചോ. യോസഫ് നല്ല വൃക്ഷമാണ്. അടുത്തത്, എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ 12 എണ്ണത്തെ കിട്ടിയാൽ, സ്തോത്രം, ഇത് വല്ലതും ഞാൻ ഉണ്ടാക്കിയതാണോ? ഈ 12ന്റെ അപ്പനായിരിക്കുന്ന പണി, അപ്പം പണി. എൻ്റെ അപ്പോ ഇത് എന്തോ പണിയാന്ന് ഓർക്കണം. ഈ 12ന്റെ അപ്പനായിരിക്കുന്ന പണി അത് എളുപ്പപ്പണിയല്ല. ഈ അപ്പം പണി അല്ല, 2 എണ്ണത്തിന്റെ അപ്പനായിരുന്നിട്ട് കുഴഞ്ഞിരിക്കുക പലരും. സ്തോത്രം. കൊടുത്തത് പോരാ, മേടിച്ചത് പോരാ, നോക്കിയത് പോരാ, ആമേൻ തന്നത് പോരാ, ആമേൻ പക്ഷഭേദം കാണിച്ചു. അപ്പൻ ആമേൻ 3 എണ്ണത്തിന്റെ അപ്പനായിരുന്നു കുഴഞ്ഞിരിക്കുകയാണ്. അന്നേരം നോക്കണേ, ഇവിടെ 12ന്റെ അപ്പനായിരിക്കാൻ അപ്പന്മാരൊക്കെ വിഷമിക്കും കുറച്ച് കഴിയുമ്പം. ചിലതുണ്ടല്ലോ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ടെങ്കിൽ, ഈ ടൈപ്പിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഈ യോശുവയും കാലേബും കൂടി ഇവർക്ക് വീതം വെച്ച് കൊടുക്കാൻ വിട്ട കഷ്ടപ്പാട്, പ്രത്യേക കൃപയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ഈ സൈസിന്റെ മക്കൾ പെരുകിയപ്പോഴേ ഇതുങ്ങളെ എല്ലാം കൂടെ കനാൻ ദേശത്ത് കൊണ്ടുവന്നിട്ട് വീതം വെച്ച് കൊടുക്കാൻ നേരത്ത് ഇതിനൊക്കെ സർവേ കല്ലിട്ട് കൊടുക്കാൻ എന്തോ ഒരു പാടുപെട്ടിട്ടുണ്ട്. ഒരു അസാധാരണമായ ദൈവകൃപ വേണം. സ്തോത്രം. നോക്കണേ, ഈ വിളിക്കപ്പെട്ടവരെല്ലാം പല മാതാപിതാക്കളുടെ മക്കൾ, പല സ്വഭാവമുള്ളവർ, ഇവരെ എല്ലാം കൂടെ വിളിച്ചപ്പം ഇവരെ ഒന്നിച്ച് നടത്തൽ എളുപ്പമല്ല. എന്നാൽ പല സ്വഭാവത്തിലുള്ളവരെ, പല രീതിയിലുള്ളവരെ അവർ ഒന്നിച്ചിവർ നടക്കുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇവർ ഒന്നിച്ച് നടക്കുന്നു. ഇവർ നടക്കുന്നത് എങ്ങോട്ട് പോവുക? അവർ പറയും, ഞാൻ കല്യാണത്തിന് പോവുക. പോകാൻ കാരണം എന്നെ വിളിച്ചിട്ടുണ്ട്, നിന്നെയും വിളിച്ചിട്ടുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട്, സകലരെയും വിളിച്ചിട്ടുണ്ട്. സകലവരും അങ്ങോട്ട് പോവുകയാണ്. സ്തോത്രം. ഇവരെല്ലാം കൂടെ ഒന്നിച്ചത് ഒറ്റ വിളിയുടെ മുമ്പിലാണ്. ഇതുപോലെ പലരായ മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പരമവിളിയുടെ ശ്രേഷ്ഠതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പലരായ നാമേ ക്രിസ്തുവിൽ ഒന്നാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി
ഒരാശയത്തിന്റെ കീഴിലേക്ക്, ഒരു വിശ്വാസത്തിന്റെ കീഴിലേക്ക്, ഒരു പ്രമാണത്തിന്റെ കീഴിലേക്ക്, ഒരു ഉപദേശത്തിന്റെ കീഴിലേക്ക്, ആമേൻ സ്വന്തം ഒരേ സത്യത്തിന്റെ കീഴിലേക്ക്, ഒറ്റ കൊടക്കീഴിൽ, ഒറ്റ കൊടിക്കീഴിൽ അവൻ ഒന്നിപ്പിച്ച അവൻ പവിത്ര നാമത്തിന്റെ ശക്തിയെ ഞങ്ങൾ സന്തോഷത്തോടെ ആരാധിക്കുകയാണ്. അംശരാധന പലരായ ഞങ്ങൾക്ക് ഓരപ്പന്റെ മക്കളെന്ന പോലെ ഒന്നിക്കാൻ സ്തോത്രം. ഈ ഒന്നിച്ചതിനകത്ത് നിറം കൂടിയതുണ്ട്, നിറം കുറഞ്ഞതുണ്ട്, ഇരുനിറമുള്ളതുണ്ട്, പഠിത്തം കൂടിയതുണ്ട്, പഠിത്തം കുറഞ്ഞതുണ്ട്, പണ്ഡിതത്വ പാമര കുചേല കുബേര കുലീന വിദ്യാസമ്പന്നം നിരക്ഷര കുക്ഷി ഭേദമന്യേ അക്ഷയനായ ദൈവം ഈ രക്ഷയുടെ സന്ദേശം നൽകി അവൻ ക്ഷണിച്ചു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാ. നമ്മെ ക്ഷണിച്ച ക്ഷണം എത്ര ശ്രേഷ്ഠമായ ക്ഷണമാണെന്നറിയാവോ? ഹല്ലേലൂയ. ഒരു മിടുക്കും നോക്കിയല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയേക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. 1-ാം അധ്യായത്തിലെ ബലഹീനമായതിനെ, കുലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ ഒരു കമ്പനി ഒരാളെ അവിടെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ ഏറ്റവും അയോഗ്യനെ തിരഞ്ഞെടുക്കുമോ? ഈ ലോകത്തിലെ ഏത് സ്ഥാപനവും ഏത് പരിപാടിയും യോഗ്യതയുടെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ചല്ലേ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അയോഗ്യതയെ മാനദണ്ഡമാക്കി തിരഞ്ഞെടുത്ത ആമേൻ തെരഞ്ഞെടുപ്പിന്റെ രീതിയാണ് ആമേൻ ഹല്ലേലൂയ ക്രിസ്തീയ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിലെ വാക്ക് എന്താണെന്നറിയാവോ? ഒരു ജഡവും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇവന് നാളെ ഈ അകത്ത് വന്നു കഴിയുമ്പോൾ ഇവൻ പറയണം, ഞാൻ ആകുന്നത് കൃപയാലാണ്, ഞാൻ ആകുന്നത് കൃപയാലാണ്. ഈ അകത്ത് വന്ന എല്ലാവർക്കും നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ? ഞാൻ ആകുന്നത് കൃപയാലാണ്. എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ആമേൻ എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല, എൻ്റെ അറിവ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കുലമഹിമ കൊണ്ടല്ല കർത്താവേ, അങ്ങക്ക് എന്നോട് ദയ തോന്നിയത് കൊണ്ടാണ്. ഈ ദൈവത്തിൻ്റെ ആമേൻ കഠിനമായ തീരുമാനങ്ങൾക്കകത്ത് ഒന്നാണ് തൻ്റെ മഹത്വം താൻ മറ്റാർക്കും എന്ത് ചെയ്യില്ല, വിട്ട് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ആരാധനക്കകത്ത് അവൻ ദൈവത്തിന്റെ മഹത്വം അവൻ മറ്റെങ്ങും പോയി പോകരുത്. ദൈവത്തിന് അത്ര മഹത്വം ഉണ്ടാകേണ്ടത്. മഹത്വം കൊടുത്ത് അല്പനേരം ദൈവത്തെ ആരാധിക്കാം. മഹത്വം കർത്താവിന് കൊടുക്കണം പ്രിയരെ. ഹല്ലേലൂയ. ആമേൻ. എന്തെല്ലാം സാഹചര്യം ഉണ്ടാകട്ടെ, നല്ല കാറ് തന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. നല്ല വീട് തന്നോ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ആമേൻ. നല്ല ജീവിത സാഹചര്യം കിട്ടിയോ നല്ല കാര്യം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ഒറ്റക്കാരും ഒരു ചോദ്യം ചോദിക്കുന്നു, ദൈവം നല്ലവനായിട്ട് ഇന്നു വരെ നമ്മോട് ഇടപെട്ടിട്ട് ആമൻ ദൈവം ചെയ്ത നന്മകൾ നിമിത്തം ദൈവത്തിന് മഹത്വം കരേറ്റിയവർ എത്ര പേരുണ്ട്? സ്തോത്രം ദൈവമേ. അങ്ങയുടെ നടത്തിപ്പ് ഓർത്ത് ഞാൻ അങ്ങയ്ക്ക് മഹത്വം കരേറ്റുകയാണ്. അങ്ങനെ ആരെങ്കിലും മറന്നുപോയവർ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ഉണ്ടെങ്കിൽ നന്ദി ഇല്ലാത്തവരായിരിക്കരുത്. നന്ദിയുള്ള ഉള്ളത്തോടെ പറ, മഹത്വം കർത്താവിന്, മഹത്വം കർത്താവിന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയ്ക്കകത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബങ്ങൾക്കകത്തു നിന്ന് ശുശ്രൂഷകൾക്കകത്തു നിന്ന് അവൻ വ്യക്തികൾക്കകത്തു നിന്ന് സഭയ്ക്കകത്തു നിന്ന് മഹത്വം ഉയരട്ടെ. നന്ദിയോടെ അല്പനേരം കാമൻ
ആമേൻ, ഒന്ന് ശരീരം വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ. നന്ദിയോടെ വാ തുറന്ന് ആരാധിച്ചാട്ടെ. നന്ദിയോടെ അല്പനേരം ആത്മപൂർണരായി അവൻ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ ആരാധനയ്ക്കകത്ത് നന്ദിയോ നിറഞ്ഞുള്ള ഒരു ആരാധനയുടെ അന്തരീക്ഷം. മക്കളെ, പഠിക്കാൻ ദൈവം ബുദ്ധി നൽകിയതോർത്ത്, അവൻ നിനക്ക് ഇത്രത്തോളം ദൈവം നിന്നെ സഹായിച്ചതോർത്ത്, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ദൈവം നിന്നെ സഹായിച്ചതോർത്ത്, ആതിഥേയന്റെ അതിഥികൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നോക്കണേ, ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു വന്നപ്പം അവിടെ ഒരു വാതിലുണ്ട്. വാതിൽ കണ്ടോ? വാതില്. ഹല്ലേലൂയ. ആതിഥേയന്റെ അതിഥികൾക്ക് പ്രവേശിക്കാനുള്ള വാതിൽ. നമ്മുടെ വീട്ടിലൊരു അതിഥി വരികയാണെങ്കിൽ അതിഥിയെ കൊണ്ടുപോയി പരിയമ്പുറത്തൂടെ കൊണ്ടുപോയി അടുക്കളവാതിക്കൽ കൂടെ കയറ്റി ഹാൾമുറിക്കകത്തൂടെ കൊണ്ടുവന്ന് വിസിറ്റിംഗ് റൂമിലാണോ നമ്മൾ ഇരുത്താറ്? സ്തോത്രം. അതിഥി കയറി വരുന്നത് വെച്ചതിൽ നല്ല വാതിൽ വെച്ചേക്കുന്നത് മുമ്പിലെ വാതിലാണ്, അല്ലേ? നമ്മുടെ വീടുകൾക്കൊക്കെ ഉള്ളതിൽ നല്ല വാതിലിരിക്കുന്നത് മുമ്പിലത്തെ വാതിലായിരിക്കും. നോക്കണേ, പ്രധാന കവാടം എന്നാണ് അതിന് പറയുന്നത്. എന്നാൽ ആതിഥേയന്റെ അതിഥികൾക്ക് കയറി വരാനൊരു പിൻവാതിലില്ല, ഒറ്റ വാതിലേ ഉള്ളൂ. അതാ ഇവനോട് ചോദിച്ചത്, നീ എതിലെയാ വന്നേന്ന്. ഇവനെ കണ്ടിട്ട് തോന്നുന്നില്ല. 11 പുള്ളിയെ കണ്ടിട്ട് 11 വാക്യത്തിലെ ആളെ കണ്ടിട്ട് തോന്നുന്നില്ല. ഇവൻ വാതിൽ വഴി വന്നതാണെന്ന് തോന്നുന്നില്ല. കാര്യം വാതിക്കൽ വെച്ചാണ്. ഹല്ലേലൂയ. അതിലേക്ക് നമുക്ക് വരാം. അപ്പം നമുക്ക് രക്ഷാവസ്ത്രം കിട്ടി. ഈ വാതിലേതാ? എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, സുപരിചിതമായ വാക്യം വായിച്ചാട്ടെ. യേശു പറഞ്ഞു, തിരുവായ് മൊഴിഞ്ഞ് അരുളി ചെയ്യുകയാണ്, ഞാൻ വാതിൽ ആകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോ രക്ഷപ്പെടും. രക്ഷപ്പെടാൻ ഇവരെല്ലാവരെയും വിളിച്ചു. ഇവർക്ക് വസ്ത്രം കിട്ടി. ഇത് കിട്ടുന്നത് ഈ വാതിലിലൂടെ കയറി വന്നവർക്കാണ്. ഈ വാതിലിന്റെ പേരാണ് ഞാൻ വാതിലാകുന്നു. ഈ വാതിലിന്റെ പേര് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ കൂടെയാണ് അകത്ത് വരേണ്ടത്. അല്ലാതെ ഇത് എനിക്ക് സഭായോഗമായിപ്പോയി, ഒരു മൈതാനമാണെങ്കിൽ ഇവിടെ നിന്ന് നാട്ടുകാരോട് മുഴുവൻ പറയാനുണ്ട്. അകത്ത് വരാൻ, സ്തോത്രം, ആമേൻ, ഒരേ ഒരു വാതിലേ ഉള്ളൂ. അകത്ത് വരാൻ ഒരു കിളിവാതിൽ പോലുമില്ല. സ്തോത്രം, ഒറ്റ വാതിലേ ഉള്ളൂ. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ ഒരു വാതിലില്ല. ഒറ്റ വാതിലേ ഉള്ളൂ. അപ്പോൾ ഈ വാതിലിലൂടെ ഇവരെല്ലാം അകത്ത് വന്നു. ഇനി അടുത്തത് വായിച്ചോ. മതി. അപ്പോൾ ഇവരെല്ലാവരും വസ്ത്രം ധരിച്ച് അകത്ത് വന്നിരിക്കുകയാണ്. അന്നേരം ഒരു പുള്ളി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇനി 22-ന്റെ 11-ാമത്തെ വാക്യം വായിച്ചോ. വിരുന്നുകാരെ നോക്കാൻ വേണ്ടി മഹാരാജാവ്
വന്നപ്പോൾ, ഈ വന്ന സ്ഥലത്തെക്കുറിച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ തിരുമുറ്റത്ത് തിരുസന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ഇവരെ കാണേണ്ടതിന് വേണ്ടി രാജാവ് വന്നു. ഹല്ലേലൂയ. ഒന്നും കൂടെ വാക്യം വായിച്ചാട്ടെ ആന്റി. വിരുന്നുകാരെ നോക്കുവാൻ അകത്ത് നിന്ന് രാജാവ് അകത്തു വന്നപ്പോൾ, അവിടുത്തെ വാക്ക് വിരുന്നുകാരെ നോക്കാൻ. നോക്കുന്നത് എന്തുകൊണ്ടാ? കണ്ണുകൊണ്ട്. ഈ നോക്കിയ കണ്ണിന്റെ സവിശേഷത ബുക്ക് ഓഫ് റിവലേഷൻ, വെളിപ്പാട് പുസ്തകം 1 കൊടുത്തിരിക്കുന്ന അഗ്നിജ്വാലക്കൊത്തുള്ള കണ്ണ്. ആ കണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? സകല സംഭവ സാഹചര്യ അവസ്ഥകളിലേക്കും ചൂഴ്ന്നിറങ്ങുന്ന കണ്ണ്. ഇവിടെ 40 കഴിഞ്ഞപ്പോൾ വെള്ളെഴുത്ത് പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാനും ഒക്കെ ഈ കണ്ണാടി എന്ത് ചെയ്തത്. ഇവിടെ അച്ചായന്മാരോ പാസ്റ്റർമാരൊക്കെ ഇതിൻ്റെ സഹായം വന്നത്, ആൻറ്റിമാർക്കൊക്കെ കണ്ണാടി പിടിപ്പിച്ചു തുടങ്ങി, ഈ കണ്ണട വെച്ച് തുടങ്ങി. അതിൻ്റെ കാരണം ഇവിടുത്തെ കണ്ണിനെ കുറച്ച് കഴിയുമ്പോൾ തിമിരവും മങ്ങലൊക്കെ വരും ഈ കണ്ണിന്. എന്നാൽ അവിടുത്തെ കണ്ണിന് ഇന്ന് വരെ നിലവാരം കുറഞ്ഞിട്ടില്ല. പിന്നെ ഈ കണ്ണടയിൽ അകത്തൂടെ നോക്കിക്കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോണ്ടല്ലോ, ഈ ഗ്ലാസ് നമ്മൾ നോക്കി എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിന് കാഴ്ച തന്നതിന് ഇതും വന്നു. എന്നാൽ തിരുദൃഷ്ടിക്ക് ഇന്ന് വരെ ഒരു മങ്ങലുണ്ടായിട്ടില്ല. ഇവിടെ നിന്നോണ്ട് ഞാനൊരു കാര്യം പറയാം. തിരുദൃഷ്ടി അകത്തു വന്നവരുടെ മേൽ അവരെ നോക്കാൻ, അകത്തു നിന്ന് നോക്കാൻ. 11-ാം വാക്യം, നോക്കാൻ അകത്തു നിന്ന്. ആമേൻ, സ്തോത്രം. രാജാവ് അകത്ത് വന്നപ്പോൾ അവർ നോക്കാൻ വന്നു. അവരെ ഇങ്ങനെ നോക്കിയപ്പം ഇവരെ എല്ലാവരെയും കണ്ടു, എല്ലാവരെയും നന്നായി കണ്ടു, എല്ലാവരെയും നന്നായി മനസ്സിലായി. ഞാനൊരു കാര്യം തെളിച്ച് പറയാം. പുറമറ്റ സഭയിൽ കർത്താവിന് മനസ്സിലാകാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. പാസ്റ്റർക്ക് ചിലപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വരത്തില്ല. ഇല്ല, ചിലപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നത് അങ്ങനെ. ഒരു പുരുഷനെ സ്ത്രീക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സ്ത്രീക്ക് പുരുഷനെയും നമ്മൾ മനസ്സിലാക്കി നിൽക്കണം. നമുക്ക് കുറേയൊക്കെ പറ്റും, എന്നാൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. എന്നാൽ നോക്കണേ, ഒന്നും മറയ്ക്കാൻ പറ്റാതെ നിന്റെ ഉള്ളിലെ ഉൾപ്പൂവിലിരിക്കുന്ന ഉള്ളിലിരിപ്പില്ലേ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൊച്ച അസൂയ ഇന്ന് യോഗത്തിനകത്ത് ഇരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ, ആമേൻ, മുൻപല്ല് കൊണ്ട് ചിരിക്കുന്നുണ്ട്, അകമ്പല്ല് കൊണ്ട് ശരിയാക്കും. അതിന്റെ പ്രയോഗമാണ് മുൻപല്ല് കൊണ്ട് ചിരിച്ചു കാണിച്ച് അകമ്പല്ല് കൊണ്ട് അരച്ചു കളയുന്ന എല്ലാ മനോഭാവവും. ഒന്നും കൂടെ തെളിച്ച് പറയാം. മലബാറിലൊക്കെ തെയ്യത്തിന് മുഖത്ത് മുഖം മൂടി വയ്ക്കും. തൃശ്ശൂർ പുലിക്കളിക്ക് വയറന്മാർക്കെല്ലാം മുഖംമൂടി വയ്ക്കും. ക്രിസ്മസ് അപ്പൂപ്പന്മാര് ഇറങ്ങുന്ന സമയത്ത് അവരുടെക്കും മുഖംമൂടിയുണ്ട്. സത്യത്തിൽ ആ ചിരിച്ച മുഖം അല്ല അവരുടെ. ആ മുഖംമൂടിക്കുള്ളിൽ യഥാർത്ഥ ഉണ്ണി ഇരിപ്പുണ്ട്. ഉണ്ണി എന്ന് പേരുള്ള ആരെങ്കിലും അല്ല, സാക്ഷാൽ ഉണ്ണി, യഥാർത്ഥ ഉള്ളി ആ ഉള്ളിലുണ്ട്. എന്നാൽ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണ് ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക, യുവാക്കൾ മനസ്സിലാക്കുക, യുവതികൾ മനസ്സിലാക്കുക. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു നുണ പറഞ്ഞാലും വളച്ചു കെട്ടി പറഞ്ഞാലും നന്നായി ദൈവം അറിയും. നമ്മളായിട്ട് അങ്ങ് നിന്നാ മതി.
സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചുകെട്ടില്ലാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ അഭിനയമില്ലാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നാട്യമില്ലാതെ, ആമൻ ആമൻ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിട്ട്. കാര്യം നമ്മൾ എത്ര അഭിനയിച്ചാലും കർത്താവിനറിയാം നമ്മൾ ആരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിപ്പ് നന്നായി അറിയുന്നവൻ ഇവിടെ ഉണ്ട്. നമ്മുടെ വാക്യം വായിച്ചേ, 11-ാം വാക്യം വായിച്ചോ. അപ്പോ രാജാവ് ഇങ്ങനെ നോക്കിയപ്പോ കല്യാണ വസ്ത്രം ഒരു മനുഷ്യനെ കണ്ടു. ഈ ഉപമയ്ക്കകത്ത് ഒരു മനുഷ്യനേ ഉള്ളൂ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ 2026 ഈ ഉപമ പറയുന്നെങ്കിൽ ഒന്നെന്ന് പറയത്തില്ല. ഒരു മനുഷ്യനെ കണ്ടു. വസ്ത്രമുണ്ടവന്, കല്യാണ വസ്ത്രമില്ലാത്ത ഒരുത്തനെ കണ്ടു. ഒരുത്തനെ കണ്ടുള്ളൂ, ഒരുത്തനെ. ഇന്ന് ഒത്തിരി ഉണ്ടെന്നുള്ളതാണ് വേറെ സത്യം. അപ്പൊ ഈ ഒരുത്തനോട് രാജാവ് നോക്കി അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ള മകളെ ഇങ്ങോട്ട് നോക്കി, അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ അവൻ തുറിച്ചിങ്ങനെ നോക്കിയപ്പോ ഉണ്ട് ഒരുത്തനിൽ കണ്ണുടക്കി. അന്നേരം കൊണ്ട് അവൻ പരിങ്ങിയെന്നാണ് എൻ്റെ ചിന്ത. പൗലോസ് ഒരിക്കനെ ഒരുത്തനെ എന്ത് ചെയ്തു? മുട്ട് നോക്കിയതേ ഉള്ളൂ, അവന്റെ മേലെ ഭൂതം എന്ത് ചെയ്തു? ഓ, എന്ത് തിരുവനന്തപുരംകാർ പറയുന്നു, എന്തിനൊരു നോട്ടം ഇല്ലേ? സ്തോത്രം. അപ്പോസ്തലന്റെ നോട്ടം. ചരിത്രകാരൻ ഈ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നല്ല കൂട്ട പിരികയുള്ള, വിടർന്നിങ്ങനെ വിരികയുള്ള കഴുകിൻ്റെ ചുണ്ട് പോലെ, നല്ല അല്പം ഇച്ചിരി കഴുകൻ ചുണ്ട് പോലെ ഇരിക്കുന്നതല്ല, ഇച്ചിരി വിടർന്ന മൂക്കുള്ള ആമൻ, മുഖം നല്ല ഗാംഭീര്യമുള്ള മുഖഭാവമായിരുന്നു പൗലോസിൻ്റെ എന്നാണ്. ആ വിടർന്ന കണ്ണുള്ളവൻ ഇങ്ങനെ അങ്ങോട്ട് ആത്മാവിലും കൂടെ നോക്കിയപ്പം യവനെ രാജാവ് നോക്കിയതോടുകൂടെ ഇവൻ എന്ത് ചെയ്തു? പ്രിയരെ, പ്രാഗൽഭ്യമില്ലാത്തവന് ഒന്നും പറയണ്ട, മുഖത്ത് നോക്കി നിന്നാ മതി, പൊളിയും. സ്തോത്രം, ഹല്ലേലൂയ. നോട്ടത്തിന്റെ മുമ്പിൽ ഇവനൊന്ന് പരിങ്ങിക്കാണും. നെക്സ്റ്റ് വേടൊന്ന് വേഗം വായിച്ചേ. അവനെ കയറി വിളിച്ചത് ഡോ എന്നൊന്നും വിളിച്ചില്ല, വളരെ നല്ല ഭാഷ, സ്നേഹിത. അടുത്ത വാക്ക് രാജാവിന് അറിയേണ്ട കാര്യം, നീ ഈ വസ്ത്രമില്ലാതെ എങ്ങനെയാണ് വന്നത്? ഈ വസ്ത്രം വാതിലൂടെ വന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, അവരിട്ടിട്ടാണ് വന്നേക്കുന്നത്. നീ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? നേരെ ഒരു ചിന്തകൻ പറഞ്ഞത് ഇവന് മതില് ചാടി വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചോദിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു? വാക്ക് മുട്ടിപ്പോയി. എന്നാൽ ഇവന് നേരത്തെ വന്നവിടെ ഇരിക്കുകയല്ലേ, എൻ്റെ ഭാവനയാണ്, അവിടെ എഴുതിയിട്ടില്ല കേട്ടോ, നേരത്തെ വന്നവിടെ ഇരിക്കുകയാണ്. അന്നേരം ചോദിച്ചു കാണും, ബ്രദർ എങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് ചോദിച്ചപ്പം, ഹല്ലേലൂയ, എൻ്റെ വല്യപ്പച്ചൻ ഇതിനകത്ത് വന്നെന്ന് ഞാൻ അറിഞ്ഞു, വല്യമ്മച്ചിയെയും വിളിച്ചായിരുന്നു, അതുകൊണ്ട് വല്യമ്മച്ചി ഗ്രാൻഡ് മമ്മിയാണ് ആദ്യം ഇറങ്ങിത്തിരിച്ചത്, അതിൻ്റെ പുറകെ ഗ്രാൻഡ് പപ്പയും കൂടെ വന്നു, അതിൻ്റെ പുറകെ പിന്നീട് എൻ്റെ ഫാദർലോയും മദർലോയും ഉണ്ടായിരുന്നു, പിന്നെ വൈഫും കൂടെ വന്നായിരുന്നു. അന്നേരം പിന്നെ ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞേലും എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുമെന്നുള്ള വാക്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഡൈവ് ചെയ്ത് വന്നതാണ്. എന്നാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അപ്പച്ചൻ ഇതിനകത്തുണ്ടായിരുന്നല്ല. ഇന്നത്തെ പെന്തക്കോസിന് പറ്റിയ അപജയം എന്താന്ന് ചോദിച്ചാൽ, പെന്തക്കോസിനകത്ത് തിരികെ കെട്ടിയ ആമൻ പാരമ്പര്യമാണ്. സ്തോത്രം. അപ്പച്ചൻ ചെയ്തോ അമ്മച്ചി ചെയ്തോ അതൊക്കെ നല്ല കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പുസ്തകത്തിൽ വാക്യം ഉണ്ടോ നോക്കണം.
പല പെന്തക്കോസ്തുകാരുടെ ഈ യോഗത്തിനകത്ത് വേദപുസ്തകം കൊണ്ട് വന്നത് വെറുതെയാണെന്നും തോന്നിപ്പോകാം. സത്യം പറയുന്നത്. വേദപുസ്തകം കൊണ്ട് പുറമറ്റത്തെ മാത്രമല്ല, പെന്തക്കോസ് കോളത്തിലെ പല യോഗങ്ങൾക്കകത്തും ബൈബിളും ചുമ്മിക്കൊണ്ട് ഇത്രയും കട്ടിയുള്ള പുസ്തകം ചുമ്മിക്കൊണ്ട് നടക്കുന്നത് വന്നത് വെറുതെയാണെന്ന് തോന്നിപ്പോകുന്നു. കാര്യം ഇതിനകത്തൊരു വാക്യം പോലും പറയുന്നില്ല. സ്തോത്രം. ആമേൻ. ക്രൈസ്തവ കൈരളിലെ പ്രഭാഷകർ, ഞാൻ ഉൾപ്പെടെ, വചനം പ്രസംഗിക്കേണ്ട വേദി വചനമല്ലാതെ ഒരു ചരക്കും ഇറക്കരുത്. ഞാനിവിടെ ഒരാളിന് സമയം കൊടുക്കുന്നെങ്കിൽ അതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. അന്നേരം ആത്മാവിലൊന്നും അന്നേരം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അതിന് ആംബിയറില്ലേ ഇരുന്നോണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ വചനത്തിന്റെ വേദികളായി മാറണം. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കർത്തൃദാസന്മാർ കർത്താവിന്റെ ദാസന്മാരായി മാറണം. ഇന്ത്യൻ സഭയ്ക്കകത്തുള്ള സകലവരും യേശുവിനെ പ്രസംഗിക്കണം. സന്തോഷമുണ്ടോ? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ക്രിസ്തു ഉയരട്ടെ. ഒരു തീരുമാനമെടുക്കാം. ക്രിസ്തു ഉയരട്ടെ, ക്രിസ്തു ഉയരട്ടെ, ക്രിസ്തു ഉയരട്ടെ. ഓ ഹല്ലേലൂയ. അപ്പൊ യവന് ഇങ്ങനെ എന്ത് ചെയ്തു? ഡൈവ് ചെയ്ത് അകത്ത് വന്നു. അപ്പോൾ ഇവന് നിൽക്കുകയാണ്. സ്തോത്രം. നീ എങ്ങനാ വന്നെന്ന് ചോദിച്ചപ്പം അവന് വാക്ക്, അവിടെ ഉപയോഗിച്ച വാക്ക് എന്ത് ചെയ്തു? അവന് വാക്ക് മുട്ടിപ്പോയി. ഈ വാക്ക് മുട്ടിയത് ഒരുത്തനെ അന്നുള്ളായിരുന്നു. ഈ വാക്ക് മുട്ടിയത് ഒത്തിരി എണ്ണം കേരള പെന്തക്കോസിലുണ്ട്, ഇന്ത്യ പെന്തക്കോസിലുണ്ട്, ആമൻ ചർച്ച് ഓഫ് ഗോഡിലുണ്ട്, ന്യൂ ഇന്ത്യയിലുണ്ട്, ആമൻ മുഖ്യധാരാ സഭകളിലൊക്കെ ഉണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്നാ നീ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചനായിട്ടേ ഇതിലാന്നാ. ഇന്നാൾ ഒരുത്തനോട് ചോദിച്ചു എന്നാ രക്ഷിക്കപ്പെട്ടെ? എൻ്റെ വല്യപ്പച്ചനായി സഭ സ്ഥാപിച്ച. എടാ ഞാനല്ല ചോദിച്ചേ, നീ എന്നാ രക്ഷിക്കപ്പെട്ടെ? പാരമ്പര്യമായി കിട്ടുന്നതല്ല രക്ഷ. രക്ഷ വ്യക്തിപരമാണ്. നീ പാസ്റ്ററുടെ മോനായാലും സെൻട്രൽ പാസ്റ്റർ മോനായാലും അവൻ പ്രസിഡന്റിന്റെ മോനായാലും സെക്രട്ടറിയുടെ മോനായാലും ഖജാൻജിയുടെ മോനായാലും ആരുടെ മോനായാലും ബ്രദറെ, നിനക്ക് വ്യക്തിപരമായി രക്ഷ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വീണ്ടും ജനിക്കാത്തവൻ മെല്ലെ മെല്ലെ പമ്മി നിൽക്കും. ഇവനെ അന്നേരം എടുത്ത് വെളി കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവൻ വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവരും. ഈ ഏതാ ഈ 11 പുള്ളി. പിന്നെ പുള്ളി കുറച്ച് കഴിയുമ്പോൾ പുള്ളി അവിടെ പാനലുണ്ടാക്കും. അതുകൊണ്ട് രാജാവ് അന്നേരം എടുത്ത് കളഞ്ഞു. പിന്നെ അവൻ എന്ത് ചെയ്യുന്നറിയാവോ? സ്തോത്രം. വിവാഹ വസ്ത്രം ധരിച്ച് വന്നവരെ അല്ലാതുള്ള ഒത്തിരി എണ്ണം അവിടെ എണ്ണം കൂടും ചിലപ്പോൾ. രാജാവ് ഉടനടി ഇടപെട്ടു. ഹല്ലേലൂയ. അടുത്ത പ്രയോഗം അവന് വാക്കുമുട്ടി. ഒറ്റ കാര്യം, രക്ഷ എന്ന വിഷയം വരുമ്പോൾ നമുക്ക് വാക്കുമുട്ടൽ ഉണ്ടാകുന്നുണ്ടോ? വാക്കുമുട്ടൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ വാക്ക് മുട്ടിപ്പോകുന്നുണ്ടോ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. ആമേൻ. 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 8-ാം വാക്യം. ആ ആ ആ ഈ ദാസന്മാർ ആരെന്ന് ചോദിച്ചാൽ അവർ ഈ കൃപയുടെ സുവിശേഷ വിളംബരം നടത്തുന്നവരാണ്. സുവിശേഷ രണാങ്കണത്തിലെ പോരാളികളാണ്, ധീര പോരാളികളാണ്. ആര്? ഈ ദാസന്മാർ. ആമേൻ. അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യാൻ? വിളിക്കാൻ. അവർ ചെന്ന് വിളിച്ചു. ആരെയാ വിളിക്കാൻ പോയേക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ദുഷ്ടന്മാരെ,
ആരെയാ വിളിക്കാൻ പോയത്? നമ്മൾ ആദ്യം കേട്ട ഈ വലിയ നീണ്ട ലിസ്റ്റ്, ഒരു ഗുണവുമില്ലാത്തവരെ ഇവരിടയ്ക്ക് ചെന്ന് വിളിക്കാൻ പോകുമ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്തെ പോരുകളുണ്ട്. സ്തോത്രം. എടുക്കുക എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പെട്ടെന്ന് വായിച്ചു നിർത്താം. വായിച്ചോ. നമുക്ക് പോരാട്ടമുണ്ട്. ആര് പറഞ്ഞു ഇല്ലാന്ന്? നമുക്ക് പോരാട്ടമുണ്ട്. അടുത്തത് ജഡരക്തങ്ങളോടല്ല. അടുത്തത് ഇവിടെ ഇരിക്കുന്ന ഒറ്റ മനുഷ്യനോടുമല്ല. അടുത്തത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആമേൻ. സ്വർലോകങ്ങൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേഘനക്ഷത്ര മണ്ഡലങ്ങളിലെ വെളിപ്പാട് പുസ്തകം 12-ൽ പോലും ആധിപത്യമുള്ള സാത്താന്യ വൃന്ദത്തോടെ നമുക്ക് പോരാട്ടമുണ്ട്. അടുത്തത് വാക്ക് വായിച്ചോ. നമുക്ക് പോരാട്ടമുണ്ട്. അടുത്തതാ ദുഷ്ടാത്മസേനയോട് നമുക്ക് പോരാട്ടമുണ്ട്. അടുത്തതാ ദുർദിവസത്തിൽ എതിർക്കാൻ. ദുർദിവസം എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്ത് ഞാൻ എപ്പോഴെങ്കിലും സമയമെടുത്ത് ആ വിഷയം, ദൈവത്തിൻ്റെ ദിവസങ്ങൾ, ബൈബിളിലെ ദിവസങ്ങൾ, ദൈവിക പഞ്ചാംഗം എന്നുള്ള പ്രയോഗമൊക്കെ ഞാൻ പിന്നീട് എടുക്കാം. വായിച്ചു വിട്ടോ. സർവായുധം എടുക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ വിളിക്കാൻ പോകുന്നവനൊക്കെ സർവായുധ ധാരിയായിരിക്കണം. സർവായുധ വർഗമില്ലാതെ പൗലോസ് വിളിക്കാൻ പോകുന്ന കണ്ട് സ്കേഫായുടെ ഡാഡി പുരോഹിതനാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സ്കേഫയുടെ മക്കള് വിളിക്കാൻ ഒന്ന് പോയ ശേഷം അന്ന് അള്ളുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം. ഇനി താഴോട്ട് വായിച്ചു. അവിടെ നിന്ന് നിർത്തണം. സമാധാന സുവിശേഷം. ഈ പടയാളിയെ മുൻപോട്ട് നയിക്കുന്ന ഘടകവേദ, ഇവനെ മുൻപോട്ട് നയിക്കുന്നവന്റെ കാല. ഹല്ലേലൂയ. അപ്പൊ ശത്രു എവിടാ? ഈ ദുഷ്ടാത്മസേനയും ഈ ലോകാധിപതിയും ഈ സ്വർലോകങ്ങളിലെ ചാശെല്ലാം കൂടെ ഈ പോരാളിയുടെ ഉള്ളിലല്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ച ക്രിസ്തുവിലുള്ള ഇവിടെയുള്ള എന്റെ ഒറ്റ വിശ്വാസികളുടെ അകത്തും പിശാച് വാഴുന്നില്ല. എന്നാൽ സാത്താൻ ഉണ്ട്. സാത്താന്റെ ആധിപത്യം ഈ സർക്കിളിന് വെളിയിലാണ്. അവിടെ തന്ത്രങ്ങളുണ്ട്, അവിടെ പദ്ധതികളുണ്ട്, അവിടെ ആയുധങ്ങളുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, അതീവ സുരക്ഷ അവൻ ഈ സംഘത്തിന് കർത്താവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്താ വചനം പറഞ്ഞത്? അവൻ സ്വത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ ഈ ക്രിക്കറ്റ് കളിയുടെ സമയത്ത് നിങ്ങൾ നോക്കിയേ മക്കളെ, ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഇന്ത്യ ഇങ്ങനെ ഒരു ഗോളിന് ജയിച്ചു, ഇപ്പോൾ ജയിച്ചിരിക്കുക, പിന്നെ 2 ഗോൾ അങ്ങോട്ട് അടിച്ചപ്പോൾ ചെയ്തു. അങ്ങനെ ഗ്രാഫ് കയറിയും ഇറങ്ങിയുമല്ല സഭയുടെ. സഭയ്ക്ക് കിട്ടിയ ജയം, യേശു ക്രൂശിൽ കൈവരിച്ച ജയം കൈമാറിയിരിക്കുകയാണ്. അത് പുറമറ്റം സഭയ്ക്കുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് സ്വോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. സമയത്തെ അപഗ്രഥിക്കുമ്പോൾ സെക്കൻഡിന്റെ അകത്ത് നാനോ സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും സഭയുടെ മേൽ ശത്രുവിന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മെ പിശാചിന് തൊടണമെങ്കിൽ പത്രോസിന്റെ വിശ്വാസം പോയി പോകുമെന്ന് പറഞ്ഞ് അവനെ അതിന് വിട്ടുകൊടുത്തില്ല. 1, ദൈവം അനുവദിക്കണം. 2, സ്തോത്രം, 2 ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ പുറമറ്റത്തുള്ള ചാശ നിങ്ങളുടെ തലയിലെ മുടി പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവൻ പറ്റത്തില്ല. എൻ്റെ ദൈവം അറിയാതെ, അവൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, അവൻ എന്നെ കൂടെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ആടുകളുടെ തലയിലെ ഒരു മുടി പോലും
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, ഇത് എല്ലാം ഉണ്ട്. എന്നാൽ അവൻ പുതിയ നിയമസഭയ്ക്ക് അത് ഏക്കത്തില്ല. കാര്യം അവിടുത്തെ ജീവരക്തം കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യമാണ് ഈ സഭ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. സർവായുധ വർഗധാരി. അവനെ സാത്താൻ നോക്കുമുണ്ടല്ലോ, അവനെ എവിടെയും വെട്ടാൻ പറ്റത്തില്ല. കാര്യം അവൻ പ്രത്യേക ദൈവത്തിന്റെ സുരക്ഷയ്ക്ക് കീഴിലാണ്. ആ സുരക്ഷ ദൈവം നമുക്ക് തന്നിരിക്കാൻ ദൈവത്തിന് മഹത്വം കരേറ്റാം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗത്തിനായി സ്തോത്രം ചെയ്യാം. ആ ആയുധധാരികൾ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് അല്പനേരം ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ കർത്താവിന്റെ വേലക്കാണ് നാം ഇറങ്ങിയിരിക്കുന്നത് എങ്കിൽ അവൻ കർത്താവ് പറഞ്ഞിട്ടാണ് ചെന്നതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് കൽപ്പിച്ചത് എങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ സ്വന്തം ശുശ്രൂഷയിൽ നിൽക്കുന്നതെങ്കിൽ, എന്റെ ദൈവം നിന്നെ ഈ കാറ്റഗറിക്ക് മോളിലുള്ള ഒരു പ്രത്യേക സുരക്ഷ ഇസ്രയേലിന്റെ പരിധിക്കുള്ളിലേക്ക് ഹമാസിന്റെ ഒരു മിസൈൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ നിർവീര്യം ചെയ്യാൻ ഉള്ള സംവിധാനം ആ രാജ്യത്തിന്റെ അതിരുകളിലുണ്ട്. സ്തോത്രം ഇല്ലേ? എന്നിട്ടും എന്ത് ചെയ്തു? ചിലത് വീണു. എന്നാൽ ഞാൻ ഇസ്രയേൽ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ധാരാളം സഹോദരിമാര് ദൈവമക്കള് ഇസ്രയേലിൽ പോയിട്ടുണ്ട്. ജീവിതമാർഗത്തിന് വേണ്ടി പോയവരാണ്. ഞാൻ പലരെയും മാറി മാറി വിളിച്ചു. അവർ ചിരിച്ചുകൊണ്ട് പറയുക, പാസ്റ്ററെ നാട്ടിലുള്ളവർക്ക് ആ പ്രയാസം, ഞങ്ങളിവിടെ സുരക്ഷിതമാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നല്ല രസമുണ്ടെന്ന് ഒരാൾ എന്നെ വീഡിയോയും എടുത്ത് കാണിച്ചു തന്നു. രസമുണ്ടെന്ന്. ഏത് ഈ മിസൈൽ വരുന്നതും നിർവീര്യമാക്കുന്നതൊക്കെ നല്ല രസമല്ലേ? അപ്പോൾ എന്നിട്ട് പോലും അകത്ത് വീണു. എന്നാൽ നമ്മുടെ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സുരക്ഷയില്ലേ, ആ സുരക്ഷയെ നോക്കി എത്ര പേർക്ക് സംതൃപ്തിയുണ്ട്? അതീവ സുരക്ഷ ആ ദൈവം എനിക്കും എനിക്കുള്ളവയ്ക്കും ഒരുക്കിയിരിക്കുന്നു. വാ തുറന്നെന്ന് പറയാൻ പറ്റുമോ? അതീവ സുരക്ഷ ദൈവം എനിക്കും എനിക്കുള്ളവയ്ക്കും ഒരുക്കിയിരിക്കുന്നു. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പുറമറ്റത്തുള്ള ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ദൈവം അറിയാതെ നിന്റെ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല, നിന്റെ ശരീരത്തിലൊന്നും സംഭവിക്കത്തില്ല. ഓ ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം.